പതിറ്റാണ്ടുകളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും അർഹമായ വികസനം ലഭിക്കാത്ത നെടുമങ്ങാട് മണ്ഡലം ഇക്കുറി NDA പിടിച്ചെടുക്കുമെന്ന സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ. മണ്ഡലത്തിലെ വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും BJPക്ക് അനുകൂലമായ വൻ മുന്നേറ്റം വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി കൂടിയായ യുവരാജ് ഗോകുൽ. നെടുമങ്ങാട് നഗരസഭയും കരകുളം, വെമ്പായം, മാണിക്കൽ, പോത്തൻകോട്, അണ്ടൂർക്കോണം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നെടുമങ്ങാട് മണ്ഡലം. 2021 CPIയുടെ GR അനിൽ 23,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം യുവരാജ് ഗോകുൽ എങ്ങനെ BJPയിലേക്ക് അടുപ്പിക്കും? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം യുവരാജ് ഗോകുലിന്റെ അടുത്തുണ്ട്. 2021 കോൺഗ്രസിന്റേത് തീരെ ദുർബല സ്ഥാനാർത്ഥിയായ PS പ്രശാന്ത് ആയിരുന്നു. വെറും 49,433 വോട്ടുകൾ മാത്രമാണ് പ്രശാന്ത് നേടിയത്. ഇതാണ് GR അനിലിന് മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. 2016 കോൺഗ്രസിന്റെ പാലോട് രവിയും CPIയുടെ ദിവാകരനും കട്ടയ്ക്ക് പോരടിച്ച മണ്ഡലമാണ്. അന്ന് വെറും 2,500 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ദിവാകരന് നേടാൻ കഴിഞ്ഞത്. ഇനി NDAയിലേക്ക് വന്നാൽ 2016 ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയറായ VV രാജേഷ് 35,139 വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ്. 2021 NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് JR പത്മകുമാറിന് പക്ഷേ 26,861 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു വികസനവും മണ്ഡലത്തിൽ എത്തിയിട്ടില്ലെന്നാണ് യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാട്ടിയത്. പോത്തൻകോട് ജംഗ്ഷന്റെ വികസന മുരടിപ്പും അദ്ദേഹം പറഞ്ഞു. ഇക്കുറി BJP ശക്തമായ മുന്നേറ്റം ഇവിടെ നടത്തുമെന്ന് യുവരാജ് ഗോകുൽ പറയുന്നു. 2021 നെടുമങ്ങാടല്ല 2026 ഇവിടത്തെ CPI കോട്ടകൾ തകർന്നു വരികയാണ്. BJPയിലേക്ക് ശക്തമായ കുത്തൊഴുക്കുണ്ട്. ഒപ്പം ഭരണവിരുദ്ധ വികാരവും ശക്തമായുള്ളത് തനിക്ക് അനുകൂലമാകുമെന്ന് യുവരാജ് കരുതുന്നു. പോത്തൻകോട് മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് MC റോഡിനെയും നാഷണൽ ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ കാണുന്നതാണ് ഈ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്. ആ ട്രാഫിക് സിഗ്നൽ പോലും വർക്ക് ചെയ്യില്ല. അത് എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കണം. അത് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല. ഇതാണ് പോത്തൻകോടിൻ്റെ വികസനം എന്ന് പറയുന്നത്. പോത്തൻകോടിൻ്റെ വികസനത്തിൻ്റെ ഒരു മൂക സാക്ഷിയായിട്ട് എന്നോ മരിച്ചുപോയ ഒരു ട്രാഫിക് സിഗ്നൽ അവിടെ നിൽക്കുകയാണ്. നിങ്ങളൊരു 4 മണി 5 മണിക്ക് ഇങ്ങോട്ട്, നമ്മളിപ്പോൾ എന്തിനാ 3 മണിക്ക് നിശ്ചയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4:30-5 മണിക്ക് നമ്മളിവിടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞങ്ങളൊരല്പം നേരത്തെ ആക്കാമെന്ന് വെച്ചത്. കാരണം അത് ഞങ്ങളെ തന്നെ ബാധിക്കും. മന്ത്രി വികസിപ്പിച്ചിട്ടിരിക്കുന്നതിൻ്റെ കുഴപ്പമാണെങ്കിൽ അവസാനം BJPക്കാർ വന്ന് ഇവിടെ ട്രാഫിക് ഉണ്ടാക്കിയെന്നായിരിക്കും. ഒരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് അരമണിക്കൂർ ട്രാഫിക് ജാമിൽ പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതാണ് പോത്തൻകോട് ജംഗ്ഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു റോഡ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പ്രധാനപ്പെട്ട സ്ഥലത്തിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡെന്ന് പറയുമ്പോൾ ആ വെഞ്ഞാറമൂട് ഫ്ലൈ ഓവറിൻ്റെ പണി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വാഹനങ്ങൾ വരുന്നതിൻ്റെ വേഗത കൂടും. ഇവിടെ കൂടുതൽ വാഹനങ്ങൾ ഒരേ സമയം വന്നിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ജംഗ്ഷൻ എങ്ങനെയാണ് ആ സാഹചര്യത്തിനെ താങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്? നമ്മുടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്നേക്ക് ഇങ്ങോട്ടേക്കാണ് വികസനം കടന്നു വരുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ ഇതുവഴി സഞ്ചരിക്കുന്നത് തന്നെ? ആ റോഡ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. 7 കിലോമീറ്റർ 70 കോടി മുടക്കിയാണ് ആ റോഡ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 6 മാസം 1 വർഷം ഒന്ന് കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ ഉണ്ടാകാൻ പോകുന്ന. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നല്ല. ഇപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് മാത്രം കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കാരണം വാഹനങ്ങൾ വളരെ പതുക്കെ മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അത് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുന്ന സമയത്ത് ഈ 2 സൈഡിലെ പാർക്കിങ് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ 100 ഇരട്ടി ബുദ്ധിമുട്ടാണ് അതിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള വികസനം എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ. ഇതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് BJP മുമ്പോട്ട്. ആൾക്കാർ എവിടെയെങ്കിലും ഇപ്പോൾ പോസ്റ്റർ കുറവാണ്, ഫ്ലക്സ് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ പലപ്പോഴും ഇടതുപക്ഷ അനുഭാവികളാണ് എന്നെ നിങ്ങളുടെ ഇവിടെ പോസ്റ്റർ ഇല്ല, എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പറയണം എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുഭാവികളും കോൺഗ്രസ്സുകാരും ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ആ തരത്തിലാണ് മണ്ഡലത്തിലെ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെക്കാൾ ആവേശത്തോടു കൂടി എടുത്തിരിക്കുന്നത് എതിർ പാർട്ടിക്കാരാണ് ഞങ്ങളെ ജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് നിലവിലെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അല്ല, ഡീലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. എവിടെ? മഞ്ചേശ്വരത്ത് സുരേന്ദ്രേട്ടനെ തോപ്പിക്കണം എന്നുള്ള വാശിയോടുകൂടി
അതുപോലെ തന്നെ അവിടെ എന്താണ് ആദ്യം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് LDF തീരുമാനിച്ചത്. അതിനുശേഷം അവർ അത് പിൻവലിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഈ ഡീൽ എവിടെയാണ് നടക്കുന്നത്? പച്ചയ്ക്ക് പരസ്യമായിട്ടൊരു സ്ഥലത്ത് അവർ ഡീൽ ചെയ്യുകയാണ്. ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സുകളുമായിട്ട് ചേർന്നിട്ട് അവർ ഡീൽ ചെയ്യുകയാണ്. സാധാരണ മുസ്ലിങ്ങളുമായിട്ട് ചേർന്നെന്ന് ഞാൻ പറഞ്ഞില്ല, ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സസുമായിട്ട് ചേർന്നിട്ട് അവർ പച്ചയ്ക്ക് ധാരണ ഉണ്ടാക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നിട്ട് എങ്ങനെ BJPയുടെ വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കണമെന്ന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അവർ ആ പദ്ധതി നടപ്പിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡീൽ എവിടെയാണെന്ന് നമുക്കറിയില്ലേ. പിന്നെ ഇങ്ങോട്ടേക്ക് ഡീലെന്ന് പറഞ്ഞു വരേണ്ട കാര്യം എന്താ? INDI മുന്നണിയായിട്ട് ഒരുമിച്ച് നിൽക്കുകയല്ലേ. അവരാണോ നമ്മളുടെ അടുത്ത് വന്ന് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഇക്കുറിയും GR അനിൽ തന്നെയാണ് CPIക്ക് വേണ്ടി ഇറങ്ങുന്നതെങ്കിലും കോൺഗ്രസിൻ്റേത് ദുർബല സ്ഥാനാർത്ഥിയാണ്. ഇവിടെയാണ് യുവരാജിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും അസ്ന, M5 ന്യൂസ്, തിരുവനന്തപുരം.